കണ്ണൂരിൽ രാജേഷുമാരുടെ രാജസംഗമം സംഘടിപ്പിച്ചു. രാജേഷ് എന്ന പേരുള്ള ഒരാളെയെങ്കിലും പരിചയമില്ലാത്തവരായി ആരും കാണില്ല. അത്രയും അധികം രാജേഷുമാരുണ്ട് നമുക്ക് ചുറ്റും. അങ്ങനെ കുറച്ചധികം രാജേഷുമാർ കണ്ണൂരിലൊന്ന് ഒത്തുകൂടിയപ്പോൾ അത് രാജേഷുമാരുടെ സംസ്ഥാന സമ്മേളനമായി മാറി. ഇവിടെ ആർക്കും പരസ്പരം പരിചയപ്പെടാൻ പേര് ചോദിക്കേണ്ട ആവശ്യമില്ല. എല്ലാം ഒരേ പേരുകാർ. ആദ്യമായല്ല ഒരേ പേരുള്ളവർ ഒരിടത്ത് ഒത്തുകൂടുന്നത്. എങ്കിലും ഒരു കൂട്ടം ആളുകൾ മുഴുവൻ ഒരേ പേരുകാരാവുന്നത് ഇത്തിരി കൗതുകം തന്നെയാണ്. രാജസംഗമം എന്ന് പേരിട്ടാണ് രാജേഷുമാർ ഒത്തുകൂടാൻ തീരുമാനിച്ചത്. അടുത്തിടെ വാഹനാപകടത്തിൽ മരിച്ച ചെറുക്കളത്തെ വിദ്യാർത്ഥി നേദ്യ രാജേഷിന്റെ പേരിലുള്ള നഗറിലാണ് സംഗമം സംഘടിപ്പിച്ചത്. 500ഓളം രാജേഷുമാരുള്ള വാട്സപ്പ് കൂട്ടായ്മയിൽ നിന്ന് 200ഓളം രാജേഷുമാർ സംഗമത്തിലെത്തി. മാങ്ങാട്ട് ഈസ്റ്റ് LP സ്കൂൾ ആയിരുന്നു ആ രാജസംഗമം. രാജാക്കന്മാരുടെ ഈശൻ എന്നാണ് രാജേഷ് എന്ന പേരിന്റെ അർത്ഥമത്രേ. 6 പേരിൽ തുടങ്ങി ഗ്രൂപ്പ് ഇന്ന് 500ലധികം രാജേഷുമാരുടെ കൂട്ടായ്മയായി മാറി. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള രാജേഷുമാരുടെ കുടുംബത്തിന് കൈത്താങ്ങാകുക എന്നതാണ് കൂട്ടായ്മയുടെ ലക്ഷ്യം. രാജേഷുമാരുടെ ഒരു കൂട്ടായ്മ എന്തുകൊണ്ട് നമുക്ക് ഉണ്ടാക്കിക്കൂടാ എന്നുള്ള ഒരാശയം മനസ്സിൽ വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ളൊരു സംഗമം നമ്മൾ ആലോചിച്ചിട്ടുള്ളത്. നമുക്കറിയാം, രാജേഷുമാരുടെ 1960 മുതൽ ഏതാണ്ട് 95 വരെയുള്ള കാലയളവ്, 1995 വരെയുള്ള കാലയളവിലാണ് ഏറ്റവും കൂടുതൽ പേരുകൾ ഈ നമ്മുടെ ആളുകൾക്ക് ഇട്ടിട്ടുള്ളത്. പിന്നീടുള്ള കാലയളവിൽ ഈ രാജേഷ് എന്ന് പറയുന്ന പേരിട്ടിട്ടില്ല. നമുക്കറിയാം, വളരെ മുമ്പ് തന്നെ രാജേഷ് ഖന്ന എന്ന് പറയുന്ന പ്രശസ്ത സിനിമാ നടൻ, അദ്ദേഹത്തിൻ്റെ പേരിനോട് ചേർന്നുകൊണ്ടാണ് പല രക്ഷിതാക്കളും നമ്മുടെ പേരുകൾ രാജേഷ് എന്നിടാൻ വേണ്ടി ആരംഭിച്ചത്. രാജേഷുമാരുടെ സ്വഭാവ സവിശേഷതകൾ പറയുകയാണെങ്കിൽ സാമൂഹ്യ രംഗത്തും കലാസാംസ്കാരിക രംഗത്തും വളരെ നിറഞ്ഞു നിൽക്കുന്ന സാന്നിധ്യങ്ങളാണ് രാജേഷുമാർ. അപ്പോൾ അത്തരത്തിലുള്ളൊരു കൂട്ടായ്മ കേരളത്തിലുടനീളം സംഘടിപ്പിക്കുക എന്നുള്ള രാജേഷ് കല്യാശ്ശേരിയുടെ ആശയം ഇന്നത് പൂവണിഞ്ഞിരിക്കുകയാണ്. അത് കൂടുതൽ ആളുകൾ ഇപ്പോൾ രജിസ്റ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സമഗ്ര ന്യൂസ്, കണ്ണൂർ.